അരങ്ങിലേക്ക് അനുഗ്രഹിച്ചാലും. രാജൻ പി ദേവിന്റെ ജൂബിലി നാടകം ആരംഭിക്കുന്നു. ആക്രി അവറാൻ MA. സദ്ബുദ്ധിയുടെ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, രക്ഷകന്റെ മാതാവേ, തിരുസഭയുടെ മാതാവേ, വിവേകമതിയായ കന്യകേ, സ്തുതിക്ക് യോഗ്യയായ കന്യകേ, മഹാവല്ലഭയായ കന്യകേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, നീതിയുടെ ദർപ്പണമേ, നീതിയുടെ ദർപ്പണമേ, നീതിയുടെ ദർപ്പണമേ. എന്റെ മാതാവേ, ഞാൻ ഇപ്പൊ വരാം. കൊടുക്കാറുണ്ടോ? എന്തോന്നാ ഇവിടെ പ്രാർത്ഥന നടക്കുക? പാത്രങ്ങൾ ചെമ്പുപാത്രങ്ങൾ കൊടുക്കാറുണ്ടോ? അല്ല, എങ്ങനെ ഗുണം പിടിക്കണം? അതെ, ഇങ്ങനെ സ്വന്തം മോനോടെ എങ്ങനെ ഗുണം പിടിക്കണമെന്നാ പറയുന്നത്. എന്റെ കർത്താവെ പ്രാർത്ഥിക്കാൻ വിളിച്ചിരുത്തി അപ്പ രണ്ടിനും ഉറക്കം വരും. ഗുണം പിടിക്കാൻ തോറ്റന്റെ മാതാവേ, നാളെ എല്ലാ കാര്യം ഉണ്ടായിരുന്നു അവളുടെ വായിക്കണ കേൾക്കാൻ. ഈശോ മോനെ എന്താ കയറി പേര് വിളിക്കുന്നോണ്ടാ? ഈശോ വിചാരിച്ചു സ്തുതിയായിരിക്കുന്നെന്ന് പറയാൻ വേണ്ടി വന്നല്ലേ ഞാൻ. ഇവിടെ ഒരു ഗുണമുണ്ട്. ഒന്ന് പിടിച്ചേ. അപ്പോ കൊടൊരു കൈ. അയ്യോ, എന്നാടി കൊണോണ്ടെന്ന് പറഞ്ഞു? അതെ, ഈശോയെ വിളിച്ചാൽ ചെറുത്താൻ വിളിയേക്കും. അപ്പനെ പറ്റിയാ പേര് ദോഷം കേൾപ്പിക്കാനായിട്ട് ഒരു തന്തമാര് വന്ന് ജനിച്ചോളും. അതാണ്ട് കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ എന്തോ പ്രസംഗിച്ചെന്നറിയാമോ? ഞായറാഴ്ച ഞാൻ പള്ളി വന്നില്ല. എന്തുവാടി അച്ഛൻ പ്രസംഗിച്ചത്? അപ്പ എന്തുവാന്ന് പ്രസംഗിച്ചത്? അങ്ങനെ പള്ളി വരുന്ന വരാത്ത ഒരുപോലെ വന്നാ അവിടെ ഇരുന്ന് ഉറങ്ങും. അല്ലെങ്കിലോ ഈ നാട്ടുകാരെ മൊത്തം ഇരിക്കാൻ മക്കളെങ്ങനെ വയറിന് പിടിക്കത്തില്ല. അത് മേടിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. പിന്നെ അവറാണ് പള്ളി വരുന്നതേ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ ഞാൻ നേരത്തേടാ. എനിക്ക് ജഗത്താരോടും കുരിശിനോടും ഒന്നും വിരോധം ഉണ്ടായിട്ടല്ല. ആക്രി വെറുക്കാൻ പോകുമ്പോ എന്തായാലും എടുത്തിട്ടുണ്ട് പോയാൽ മതി. അതുപോലെയാണോ ഞാൻ കൂടുതൽ പള്ളിയിൽ പോകുന്നു? ഈ അപ്പന് പള്ളിയിൽ പോയിരുന്നു വളിയിട്ട് നാട്ടിക്കാം. എനിക്കത് പറ്റുക. എന്താണ് അതിനൊക്കെ പറ്റാത്തത്? എല്ലാവർക്കും പറ്റും. ശ്രമിക്കണം, ക്ഷമിക്കണം. പലപ്പോഴും വൃത്തി മെനയുള്ള ഒന്നും ഉടുത്തോണ്ട് പോകാൻ ഉണ്ടാവത്തില്ലല്ലോ അന്നാമേ. ഇനി നമ്മളെ ബുദ്ധിമുട്ട് കർത്താവിനറിയാം. അത് നാട്ടുകാരെ മുന്നിൽ അറിയിക്കണോ? വെറുതെ ഇടവക്കാൻ ഇറച്ചി മാനക്കൽ ഉണ്ടാക്കി വെക്കുന്ന എന്തിനാ? ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല അവറാണ്. പിന്നെ നീ എത്ര വിചാരിച്ചത്? എന്തുവാടി അച്ഛൻ പ്രസംഗിച്ചത്? അത് കുടുംബ പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെ പറ്റിയാ. അത് നല്ല കാര്യമില്ലേ? അത് നല്ല കാര്യാ. ഇവിടെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്തുവാ കാണിച്ചത്? ശബ്ദം കേട്ടതാണെങ്കിൽ അമ്മച്ചിയാണ്, അത് ഞാനല്ല. അത് ഈ അപ്പം കാണിച്ച പണിയാ. ആമേ പറയണ്ടെങ്കിൽ വരും. അങ്ങനെ പുറകെ കൂടി അങ്ങനെക്കറിയാതെ എന്റെ നിലയിരിക്കുന്നു. ഇത് ഇന്നൊന്നിനെ തുടങ്ങിയ പണിയല്ലേ? 10-15 കൊല്ലമായി പണി തുടങ്ങി. രണ്ടാളും കൂടെ മുട്ടുമായിരുന്നു ഉറങ്ങിയ എന്തിനാണ് ഞാൻ ചോദിച്ചത്? അതെന്താണെന്നറിയാം. മയ്യ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എനിക്ക് വല്ലാതെ സാത്താൻ സൂചിക്കുന്നത്. അതങ്ങനെ പഴുത്തു ഭാഗത്ത് മുട്ടുമുത്തിരിക്കുന്നത് ഈ സാത്താനല്ലേ? ഇങ്ങനെ ചാകാതെ നമുക്ക് കുണം പിടിക്കും എനിക്കൊരു പ്രതീക്ഷയില്ല. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് പറയായി. അപ്പൊ നിന്റെ ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ മക്കളെ. അയ്യോ, ഈ കുടുംബം ഗതി പിടിക്കണമെന്നല്ലാതെ അപ്പച്ചന്റെ അത്ത് കാണണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. അതിനൊക്കെ ഭയങ്കര കാഴ്ചയുടെ പണി. പ്രിൻസുമാൻ പഠിത്തം കഴിഞ്ഞെന്ന് വരുന്ന ദിവസാണെന്ന്. അവന്റെ കണ്ണൊന്ന് വിടർന്നിട്ട് വേണം നമുക്ക് ഗതി പിടിക്കാൻ. അവനെന്താണോ പൂച്ചക്കുഞ്ഞാണോ? അതെ, നിങ്ങൾ എന്നെ വളർത്തിയ പോലെ അല്ല ഞാൻ എന്റെ മോനെ വളർത്തിയത്. അവന്റെ കണ്ണ് തെളിഞ്ഞാൽ നമ്മുടെ കഷ്ടകാലവും മാറും. എല്ലാ തന്തമാരുടെ പ്രതീക്ഷ അങ്ങനെയൊക്കെ തന്നെയാ. വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെ കുറിച്ച് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ വണ്ണ അപ്പൊ എന്നെ എന്ത് കോപ്പാ പഠിപ്പിച്ചത്? അധികം വന്ന ബുദ്ധിയായി പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോട്ടാ. എന്നാ നീ കുടഞ്ഞിടുന്നത്? നീ ഇവിടെ നിന്ന് നീ ഇത് കേൾക്കണം. 4ാം ക്ലാസ് വരെ പോയി 12 കൊല്ലം കൊണ്ട്. എടാ, ഒരു ക്ലാസ്സിൽ തന്നെ 3 കൊല്ലം പഠിക്കാൻ നിന്നോട് ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ട? 4ാം ക്ലാസ്സിൽ 4 കൊല്ലമായപ്പോഴേക്കേ ഇവന്റെ സ്കൂളിലെ 1ാം സാറ് ഈശോയെ വിളിച്ചേച്ച് പറഞ്ഞു, ഈശോ അവരാനെ എവിടെയെങ്കിലും കെട്ടിച്ചു വിടാൻ. നിർബന്ധ പെൻഷൻ കൊടുത്താൽ സ്കൂളിൽ നിന്ന് ഇവനെ പറഞ്ഞു വിട്ടത്. ഈശോക്ക് നിരക്കാത്ത കാര്യം പറയില്ലേ ഈശോ? യൂദാസിനെ പോലെ അപ്പൊ കൈ എഴുതരുത്. യൂദാസ് അല്ലടാ, കയ്യപ്പാസ്. കയ്യപ്പാസ് അതൊരു തുണിക്കടയുടെ പേരല്ലേ? കയ്യപ്പാസ്. ഓ അല്ലേ? ദൈവമേ, ഈ പുണ്യാളത്തിക്കും തെറ്റിപ്പോയോ? അപ്പ
പീലാത്തോസ് അല്ലേ അപ്പ? അങ്ങനെ പറഞ്ഞു കൊടുക്കടി മകളെ. ഈ മരമണ്ടലി ഒരു ചുക്കുണ്ടേ അറിയാത്തില്ല. പള്ളിയിൽ പോയിരുന്നു ഉറങ്ങുന്നതിന്റെ ഒരു മെച്ചമേ. പീലാത്തോസിനെ പോലെ അപ്പം കൈ എഴുതരുത്. എടി എന്നെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ആക്കിട്ട് അപ്പം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എന്നെ പറ്റി അപ്പന് 2 ലക്ഷ്യം ഉണ്ടെന്ന്. കിടക്കുന്നു. അയ്യോ എടി മകനെ IAS കാരനാക്കണം എന്ന് ആഗ്രഹിക്കുന്ന തന്തയ്ക്ക് മിനിമം അതിന്റെ സ്പെല്ലിംഗ് എങ്കിലും അറിയണ്ടേ? നിനക്കറിയാവോ? എനിക്കറിയാമേ. അറിയാമെങ്കിൽ പിന്നെ ഞാനതാകത്തില്ലായിരുന്നു. അയ്യോ ആകാഞ്ഞത് ഭാഗ്യം. ആയിരുന്നെങ്കിൽ ഈ പൊന്നും കൂടത്തിന് എനിക്ക് കിട്ടുമായിരുന്നു ഈശോയെ. അങ്ങനെ വിളിക്കടി. 2 പ്രാവശ്യം കൂടി വിളിക്കടി. അടി എന്റെ ഗുണവധികാരം കൊണ്ട് അതിനൊക്കെ തന്നെ കിട്ടിയ മേലിയിരിക്കുന്ന ഈശോയെ വിളിക്കാൻ എന്റെ ഈ തന്ത ഈശോ സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ എന്നതാ ഈ തന്തയുടെ 2 ലക്ഷ്യങ്ങൾ? പള്ളിപ്പുറത്തിലെ ഉപ്പുമാവ് കിട്ടും. അത് 3 നേരത്തേക്കുള്ളത് ഒറ്റ നേരമായിട്ട് വെട്ടി വിഴുങ്ങണം. 4ാം ക്ലാസ് വരെ ഉപ്പുമാവ് കിട്ടൂ. ഉപ്പുമാവിനേക്കാൾ വലുതല്ലേ മക്കളെ നമുക്ക് 4ാം ക്ലാസ്. അതുകൊണ്ട് 4ാം ക്ലാസ്സിലെത്താൻ മക്കള് വലിയ തിരക്കൊന്നും കാണിക്കണ്ട. അപ്പന് വലിയ തിരക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ച് അലസനാക്കിട്ട് തലയും മുറ്റി നിൽക്കുന്ന കള്ള തന്ത. ദാരിദ്ര്യത്തിനൊഴിച്ച് മറ്റെന്തിനും ദാരിദ്ര്യമുള്ള കാലമാക്കളെ ഇത്. ഇന്ന് മനുഷ്യന്റെ കയ്യിൽ കാശുള്ളത് കൊണ്ട് അവൻ താമസിക്കുന്ന പരിസരത്ത് വേസ്റ്റുമുണ്ട്. അവർ വേസ്റ്റ് പെറുക്കി ജീവിതം കൊണ്ടുപോകാം. എനിക്കോ ആലോചിക്ക് അപ്പച്ചോ അവർ അമ്പാട്ടപ്പുറത്ത് പോയില്ല. എന്നാ അപ്പച്ച ഈ നാട്ടുകാർ മൊത്തം അവരാനെ അറിയപ്പെടുന്നത് അവരാൻ എമ്മേ എന്നല്ലേ? പരിഷ്കരിച്ച് എന്റെ പേരിന്റെ കൂടെ ചേർത്തതല്ലേ? ഈശോ അനുഗ്രഹിച്ച് ഈശോ കിട്ട വീട്ടുപേര് എന്തുവാ? മാക്രി അട അല്ലേ? യേശുക്രിസ്തുവിന്റെ വീട്ടുപേര് നിനക്കറിയാവോ? എനിക്കറിയാമേ. എനിക്കറിയാൻ പാടില്ല. യേശു ക്രിസ്തു ആലിത്തൊഴുത്തിൽ ഹൗസ് ബെത്ലഹേം പിയോ എന്നായിരുന്നു കൊടുകൈ. പണ്ട് ഞാനിവിടെ താമസിക്കാൻ വരുമ്പോഴേ ഇതൊരു കുളമായിരുന്നു. ആര് താമസിക്കാൻ വന്നത്? 60 മാക്രികളും സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ഇവിടെ ആയിരുന്നു. മാക്രി ഇവിടുത്തെ കാര്യത്തെ പേരാ മാക്രി അടയെന്ന്. ആ പേര് പരിഷ്കരിച്ച് അവരാന്റെ പേരിന്റെ കൂട്ടത്തിലാക്കി ഇവനാളുമത്തിയുള്ളവനാ അവരാനെമ്മേ എന്നാക്കി. ഇവന്റെ സ്കൂളിലെ 1ാം സാറ് ഈശോയെ വിളിച്ചില്ലായിരുന്നെങ്കിലോ? എന്റെ അപ്പച്ച 1ാം സാറ് മാത്രമല്ല അപ്പച്ച, ഈ ലോകത്തുള്ള സകല ചെലുത്താനും ഈശോയെ ഈശോയുടെ കാര്യമല്ല ഈശോയുടെ കാര്യമാണ്. പിന്നെ അപ്പനും മോനും ഇങ്ങോട്ട് കിടത്തോണ്ടുള്ള ഒച്ചയും വെള്ളം ഒക്കെ മതി. ഇന്ന് നമ്മുടെ പ്രിൻസിപ്പൽ പഠിത്തം കഴിഞ്ഞ് വരുവാന്ന്. മനസ്സിലായ കാര്യമൊക്കെ അവിടെ മനസ്സിലായോ? ഈ രാത്രി അവരാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങും. ഇതുവരെ അവരാന്റെ ജീവിതം ഒരു യുദ്ധമായിരുന്നു. ആക്രി പെറുക്കി വിറ്റ് നടന്ന അവരാൻ ഒരേ ഒരു മകനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി. ജനിച്ചത് മുതൽ നിമിഷം വരെ അവനൊരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ലല്ലോ. അല്ലാതെ മാതാപിതാക്കളുടെ വേവലാതി അറിയുന്നവരായി എന്റെ മകൻ. അവൻ പഠിക്കാൻ ആഗ്രഹിച്ചൊക്കെ തന്നെയാണ് നമ്മൾ അവനെ പഠിപ്പിച്ചത്. എൻട്രൻസ് എഴുതി 8ാം റാങ്ക് കിട്ടി. 8ാം റാങ്ക് ആരോട് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ കോളേജിൽ തന്നെ അവന് എഞ്ചിനീയറിംഗ് എന്താ മക്കളെ ഉടക്കിയല്ലേ എഞ്ചിനീയറിംഗ് അത് കിട്ടി. മറ്റുള്ളവരോട് പഠിക്കുമ്പോ എന്റെ മകൻ ഒന്നിനും ഒരു കുറവുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മനുഷ്യന്മാർ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാധനങ്ങൾ പെറുക്കി വിറ്റ് അവരാലൊരു ജീവിതം ഉണ്ടാക്കി. മറ്റുള്ളവരോടൊപ്പം പഠിക്കുമ്പോ എന്റെ മകൻ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നു എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അവൻ പഠിക്കുന്ന കോളേജിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്റെ മകനാണെന്ന് അവനെ പഠിപ്പിക്കുന്ന സാറുമാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ഇതിൽ പല ഒരു സന്തോഷം ഒരു തന്തയ്ക്ക് എന്തോ കിട്ടാനാ. കുളിരമ്മ സന്തോഷം വന്ന കൊണ്ടുപോയില്ല പണ്ടാരം മനുഷ്യന്റെ മുക്കിന് മുമ്പിൽ. പിന്നെ ഇന്ന് അവന്റെ കോളേജിൽ ഏതാണ്ട് വലിയ കമ്പനി നാരാണ്ടൊക്കെ വലിയ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ പിള്ളേരെ പിടിക്കാനായി. പിള്ളേരെ പിടിക്കാൻ? ഭർത്താവെ പിള്ളേരെ പിടിക്കാനല്ല, മിടുക്കന്മാരായ പിള്ളേരെ ജോലിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും വലിയ കമ്പനി ജോലി കിട്ടണേന്ന് അമ്മച്ചി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എന്റെ പൊന്നുമോൻ വിളിച്ച് പറഞ്ഞതാ. അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാ തന്റെ മോനും കൂടി ഇവിടെ മുട്ടുമേ നിന്ന് ഉറങ്ങി ദൈവത്തെ പരീക്ഷിച്ചത്. എന്താ നിനക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? അവരാന് നമുക്കെന്നാ ഒന്നെന്ന് ഉറങ്ങാം, ഒന്നെന്ന് തുടങ്ങാന്ന് പ്രാർത്ഥന. അയ്യോ വേണ്ട വേണ്ട, തന്റെ മോനും കൂടി പ്രാർത്ഥിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. താണ്ട്
അർത്തിങ്ക പുണ്യാളച്ഛന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ പൊന്നു മോനാ. അവനെ എവിടെ എത്തിക്കണമെന്ന് വെളുത്തച്ഛന് നല്ല നിശ്ചയം. 10 വർഷം അവനെ അവിടെ കൊണ്ടുപോയി പിടിപ്പണം വാരിച്ചു. എന്റെ കുഞ്ഞിന്റെ കണ്ണൊന്ന് തെളിഞ്ഞ ആക്രി അവരായിരുന്നു ഞെളിഞ്ഞു നിൽക്കും. പൊറോട്ട വാങ്ങിച്ചോടാ. പൊറോട്ട നീ വന്നപ്പോ പൊറോട്ടയുടെ മണം കടിക്കാൻ എവിടെ നിന്ന് മണം അടിച്ചത്? പോയി കാണാൻ. എന്റെ പ്രീണിത്തമ്മ വരുന്ന ദിവസമൊക്കെ നീ പൊറോട്ട വാങ്ങിക്കും. എനിക്കറിയാം. എന്റെ കർത്താവേ, ഇങ്ങനെ കടയപ്പം തിന്നാൻ കൊതിയുള്ള ഒരപ്പൻ. നയിച്ചു തിന്നവൻ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോ കൊതി കൂടും മക്കളെ. നന്ദിയായിട്ട് പറയരുത് കേട്ടാ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ടുണ്ടാക്കിയിട്ടുണ്ടാ? ഓ, നീ നെഞ്ചു തടവില്ലാത്ത അസുഖം ഉണ്ടാക്കിക്കൊണ്ടോ? ഒരു 4 പൊറോട്ടയും ഒരു ചിക്കൻ കറിയും എന്റെ പൊന്നുമോനെ, ഒരു 3 പൊറോട്ടയും ഒരു ബീഫ് കറിയും എന്റെ ഈ കറുമ്പൻ അപ്പന്, ഒരു 2 പൊറോട്ടയും ഇച്ചിരിച്ചേ ചാറും എനിക്കും എന്റെ അന്നാമ്മക്കും. അതെന്താണോ മക്കളെ? അവിടം വരെ എത്തിയപ്പോ കീശയെ കാശ് തീർന്നു പോയി. കുഴപ്പമുണ്ടോ? എന്തിനെ? അങ്ങനല്ലേ നമ്മൾ നമ്മുടെ മോനെ വളർത്തിയത്. ഉള്ളത് കൊണ്ടോണം പോലെ 3 പൊറോട്ടയും ഒരു ബീഫ് കറിയും അപ്പനി ഓണം പോലെ. ബാക്കിയുള്ളത് നാട്ടുകാരി സഹിച്ചോളും.